അങ്ങനെ ആ ഒരു ഗാർഡനിൽ വെച്ചിട്ട് യഹ്യൂനും ജിയോങ്ങും അങ്ങ് മറിഞ്ഞു വീഴുന്നുണ്ട്. ഇവർ രണ്ടുപേരും പരസ്പരം നോക്കി ഒന്ന് സ്റ്റക്ക് ആകുന്നതും പിന്നീട് യഹ്യൂനാണെങ്കിൽ എന്തേ കാണിച്ചെന്നൊക്കെ ചോദിച്ച് ചൂടാകുമ്പോൾ ജിയോങ് ആണെങ്കിൽ അതറിയാതെ സംഭവിച്ചതില്ലേ, അതിന് ഇത്രയും മാത്രം ചൂടാകണോ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത്. നോക്കുമ്പോൾ ഇവളുടെ കയ്യിൽ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും. ഇത് കാണുന്ന യഹ്യൂനാണെങ്കിൽ ഇതെന്താ പറ്റിയ, എത്രയും പെട്ടെന്ന് തന്നെ ഫിസിഷ്യനെ കാണാമെന്നൊക്കെ പറയുമ്പോൾ എന്തിന് കിച്ചണിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് മുറിവുകൾ ഉണ്ടാകാറുണ്ടെന്ന് ഇവൾ പറയുമ്പോൾ അങ്ങനെയാണോ, എന്നാൽ കിച്ചണിലുള്ള എല്ലാ കത്തികളും മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ ദേഷ്യപ്പെടുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ തിരിച്ചെൻ്റെ നാട്ടിലേക്ക് പോവുകയാണെന്ന് ഇവൾ പറയുമ്പോൾ അതെങ്ങനെയെന്നാണ് ഇവൻ ചോദിക്കുന്നത്. അത് പിന്നെ ഈ ബാഗിൻ്റെ ഉള്ളിൽ അതിനുള്ള വഴിയുണ്ടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ച് ചിരിക്കുന്ന ഇവനോട് ഞാൻ പറഞ്ഞില്ലേ മാംഗോക്ക് ആ ബുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞ് ഇവൾ കാര്യമായിട്ട് നോക്കുമ്പോൾ അതിലുണ്ടോ ആ ബുക്ക് കിടക്കുന്നു, അതിലെ ബുക്ക് ഉണ്ടായിരിക്കില്ലേ, അയ്യോ എൻ്റെ ഫോണ് എൻ്റെ ബുക്ക് അതെവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ ഇതുപോലെ അങ്ങ് കൊണ്ടുവന്ന് തന്നു അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന യഹ്യൂനോട് ഇതാരാ തന്നെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അത് സോങ്ജിയാണെന്ന് പറയുമ്പോൾ ചീഫ് സെക്രട്ടറി എന്ന് ചോദിക്കുന്നതും പിന്നീട് ഇയാളെന്നെ മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ എൻ്റെ ബുക്ക് എവിടെ പോയി, ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് തിരിച്ചു തന്നോളൂ എന്ന് പറയുമ്പോൾ എനിക്കെന്തിനാ ആ ബുക്കിൻ്റെ ആവശ്യം, ആ ബാഗ് എൻ്റെ കയ്യിൽ എങ്ങനെയാണോ കിട്ടിയത് അതുപോലെ തന്നെയാണ് ഞാൻ തിരിച്ചു തന്നിരിക്കുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ യഹ്യൂനാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ ആൾക്ക് ആ ബുക്ക് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എൻ്റെ ബുക്ക് മാത്രമാണ് കാണാതായിട്ടുള്ളത്, ബാക്കി എല്ലാം ഈ ബാഗിലുണ്ട്, അപ്പോൾ എന്തോ ഒരു സംശയമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തിന് ആൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യുക, ഈ എൻവോയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ബുക്ക് കണ്ടുപിടിച്ചു തരാം, മിക്കവാറും ഞാനത് എറിഞ്ഞ ടൈമിൽ ആ കാട്ടിൽ വീണിട്ടുണ്ടായിരിക്കും, നമുക്ക് തപ്പാന്നേ, ഇനി ഇല്ലെങ്കിൽ തന്നെ വലിയൊരു റിവാർഡ് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആ ബുക്കൊക്കെ കൊണ്ടുവന്ന് തരുമെന്ന് പറയുമ്പോൾ ഇവൾക്കാണെങ്കിൽ ആകെ വിഷമാണ്. എന്നാലും ഞാൻ പോവാൻ നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ, ഇനി എന്ത് ചെയ്യും, എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം, അതിനുള്ളൊരു മാർഗ്ഗം ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ട് സോങ്ജിനെ നോക്കുന്നുണ്ട്. അപ്പോൾ സോങ്ജി ആണെങ്കിലും ഓക്കെ ആണെന്ന് പറയാന്നൊക്കെയാണ് ആക്ഷൻ ഇടുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാം സെറ്റാക്കി തരാമെന്ന് യഹ്യൂൻ പറയുമ്പോൾ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഇവള് വിഷമത്തിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. കിച്ചണിലാണെങ്കിൽ ഇവളില്ലാത്തത് കൊണ്ട് തന്നെ ഇയോമാണെങ്കിൽ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ട്രൈ ചെയ്യായിരിക്കും. ഇവള് വരുന്ന ടൈമിൽ എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് അറിയത്തില്ലെന്ന് ചോദിച്ച് ചൂടാകുന്ന ഇവളോട് അതായത് ഞാൻ കുറേ ദിവസം ഇരുന്ന് ഉണ്ടാക്കിയതാണ്, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ച് ഇവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണല്ലോ. പിന്നീട് ഈ ഡ്രിങ്ക്സ് അടിക്കുന്നതും ഇവർ മൊത്തത്തിൽ അവിടെ ഒരു ബാർ സെറ്റപ്പ് ആക്കി മാറ്റുന്നുണ്ട്, ഒരു ഡിസ്കോ ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും നന്നായി ഫിറ്റ് ആകുന്നതും ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് 6 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവള് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത് സിയോഗിലുണ്ടായിരിക്കും, രാത്രിയത്തെ ഫുഡും കൊടുത്തിട്ടുണ്ടാവില്ല. അയ്യോ ഇനി എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കിങ് ഓൾറെഡി സെറ്റാക്കി കഴിഞ്ഞു, തന്നോട് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞതെന്ന് ഇവള് പറയുന്നതും എന്നാലും എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, എന്താ ഉണ്ടായെന്നറിയോ, ആ മാംഗോക്ക് ബുക്കില്ലെന്ന് പറയുമ്പോഴേക്കും ആ ബുക്ക് കിട്ടിയില്ല, അതുണ്ടെങ്കിലേ വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്നല്ലേ, അതെ അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്ന ജിയോങ്ങിനോട് ഇത് തന്നെയല്ലേ ഒരു 10-25 പ്രാവശ്യം പറഞ്ഞത്, കേട്ട് കേട്ട് എൻ്റെ ചെവിക്കല്ലടിച്ചു പോയി എന്ന് പറയുന്ന സിയോഗിലാണെങ്കിൽ രാജാവ് അത് കണ്ടെത്തി തരാമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കാതിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇത് നിനക്ക് എങ്ങനെ അറിയാം, ഇതും ഞാൻ കുടിച്ചിട്ട് പറഞ്ഞു എന്നാണ് ജിയോങ് തിരിച്ച് ചോദിക്കുന്നത്. പറഞ്ഞു ഭയങ്കര ശല്യമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വയ്യ, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് വിഷമിക്കുകയാണ്. അപ്പോൾ സിയോഗിലാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേ, എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭാവം ഇവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ യഹ്യൂനാണെങ്കിൽ ഇവള് തിരിച്ചു പോകുകയെന്നൊക്കെ നല്ല ഷുവറായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അവൾ ശരിക്കും തിരിച്ചു പോകുമോ, അവൾ ഈ ഫ്യൂച്ചറിൽ നിന്നാ വന്നേന്ന് പറഞ്ഞല്ലോ, ഏതായിരിക്കും എന്തായിരിക്കും ഫ്യൂച്ചർ എന്നൊക്കെ ചിന്തിച്ച് ഇവനും ആകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ അസംബ്ലിയിൽ എൻവോ ഇവർ കൊടുത്ത ഒരു ഫുഡ് ഐറ്റംസ് പോലും കഴിക്കുന്നില്ല, ഇവരെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ശരി വിശക്കുന്നില്ലെങ്കിൽ ഫുഡ് കൊടുക്കേണ്ട, ഇവിടെ എത്തുന്നത് വരെ ഒരു ഫുഡും കൊടുക്കേണ്ട, നന്നായി വിശന്നിരിക്കട്ടെ അപ്പോൾ തനിയെ കഴിച്ചോളൂ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന മിനിസ്റ്റേഴ്സിനൊന്നും അങ്ങ് ഇഷ്ടമാകുന്നില്ല കേട്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മുടെ രണ്ട് രാജ്യവും തമ്മിൽ ഇപ്പോൾ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് ആൾ കുറേ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് കൊടുക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി അവർ ചോദിച്ചതൊക്കെ കൊടുത്തു കഴിഞ്ഞു, ഇനി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഇവിടെ വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ ആ ഒരു മീറ്റിംഗ് പിരിച്ചുവിടുന്നുണ്ട്. എന്നാൽ ഇവൻ പോയതിനു ശേഷം മിനിസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഇയാൾ എന്തു ഈ പറയുന്നത്, അയാൾ വലിയ ആളല്ലേ, അയാളെ ഞങ്ങൾ ദേഷ്യം പിടിപ്പിക്കാൻ പാടുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സോങ്ജി ആണെങ്കിലും അതെ നമ്മുടെ രാജാവ് ഒന്നും കാണാതെ ഒന്നും പറയത്തില്ല, നിങ്ങളൊന്ന് ക്ഷമിക്കുക, ആൾ എന്തൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ സോങ്ജിയുടെ അച്ഛനാണെങ്കിൽ അല്ല പിന്നെ എൻ്റെ മകൻ പറഞ്ഞത് കേട്ടില്ലേ, ആ
അവൻ നിസ്സാരക്കാരനൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ ഒരു ഗ്യാപ്പിലും മകനെ പൊക്കാൻ മറക്കുന്നില്ല. കിച്ചണിലേക്ക് വരുന്ന ഫുഡിന്റെ ചീഫ് ആണെങ്കിൽ ഈ എൻവോയും ടീംസും വരുന്നുണ്ടെന്നും ആള് ഭയങ്കര പ്രശ്നക്കാരനാണ്, ഒരുപാട് രാജ്യത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തതാണ്, അതുകൊണ്ട് അത്രയും സവിശേഷമായ ഫുഡ് വേണം അവർക്ക് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നതും, അതായത് വന്ന് കയറുന്ന ടൈമാണല്ലോ, ഓൾറെഡി നല്ല വിശപ്പും ഉണ്ടായിരിക്കും, അതുകൊണ്ട് അവരുടെ മനസ്സും അതുപോലെ വയറും നന്നായി തന്നെ നിറയ്ക്കുന്ന ഒരു ഐറ്റം ആയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവരാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ എൻവോയ് ആളിത്തിരി പെശകാണെന്ന് ഓൾറെഡി ഇവർക്ക് അറിയാം. എന്നാൽ ഇതൊന്നും അറിയാത്ത ജിയോങ് ആണെങ്കിൽ ഇപ്പം എന്താ വേണ്ടത്, ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കണം, അത് ഞാൻ ഐറ്റം എന്ന് പറയുമ്പോൾ ശരിക്കുള്ളതാണോ എന്ന് ചീഫ് അവിടെ ചോദിക്കുന്നുണ്ട്. മേങ് ആണെങ്കിലും ഇയാളെ ഒരു അലവലാതിയാണ്, ഈ രാജ്യത്തിലുടനീളം നടന്നിട്ട് നമ്മുടെ ആൾക്കാരുമായിട്ട് എതിരെ കോമ്പറ്റീഷൻ നടത്തും, എന്നിട്ട് അവരെ അധിക്ഷേപിക്കും, അവരെന്നെ ബുള്ളി ചെയ്യും, അതായത് നമ്മളൊന്നുമല്ല, നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ വളരെ മോശമാണെന്ന് ഇങ്ങനെ പറഞ്ഞ് പരത്തും. ഇതൊക്കെയാണ് ആളുടെ ഉദ്ദേശം. എനിക്ക് തോന്നുന്നില്ല ആളെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്ന്. ഇനിയിപ്പോൾ എന്തോ ചെയ്യുമെന്നൊക്കെ ചോദിച്ച് ഇവരാണെങ്കിൽ ഈ എൻവോയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇതേ ടൈമിൽ കക്ഷി പാലസിൽ എത്തുന്നുണ്ട്. ആളെന്നെ യേഹ്യൂൻ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഫുഡ് ഐറ്റംസ് ഒന്നും കഴിച്ചില്ല എന്നറിഞ്ഞു, എന്താ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഫുഡ് ഐറ്റംസ് ഒന്നും അത്ര പോരാ, മാത്രമല്ല ഞാൻ ഓൾറെഡി എൻ്റെ ഷെഫിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നതും അതെന്തായാലും നന്നായി, കണ്ടിട്ട് ഇവർ നല്ല കഴിവുള്ളവരാണെന്ന് തോന്നുന്നു എന്ന് യേഹ്യൂൻ ചോദിക്കുമ്പോൾ പിന്നെ ഇവർ വെറും കുക്കുകൾ മാത്രമല്ല എൻ്റെ ബോഡി ഗാർഡ്സ് കൂടിയാണെന്ന് പറഞ്ഞ് ഓരോരുത്തരും അവരെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ആ പരിചയപ്പെടുത്തുന്ന ടൈമിൽ തന്നെ ഈ കുക്കുകളെ പറ്റി മേങ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഒരുമിച്ചാണ് കാണിക്കുന്നത്. അതായത് ഈ 3 പേരും നന്നായി കുക്ക് ചെയ്യും, അതുപോലെ തന്നെ അത്യാവശ്യം ഫൈറ്റ് ചെയ്യാനും കഴിവുണ്ട് കേട്ടോ. ഇത് സംസാരിക്കുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന ജിയോങ്ങിന് ചിരി വരുന്നുണ്ട്. നീ എന്തേ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇത് കേൾക്കുമ്പോൾ ഒരുമാതിരി മൂവി കാണുന്ന ഫീലാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുന്നതും, അങ്ങനെ ഈ വിവരണമൊക്കെ കഴിയുന്ന ടൈമിൽ സിയോഗിലാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ട് അത്യാവശ്യം കഴിവുള്ള ആളുകളാണ് ഈ കുക്കുകളല്ലേ, അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് അവിടെ ചോദിക്കുന്നത്. ചീഫാണെങ്കിൽ ജിയോങ്ങിനോട് അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്, വല്ലതും കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇപ്പോൾ ഇവർക്കൊരു നല്ല ഫുഡ് ഉണ്ടാക്കണം, അത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര കോൺഫിഡൻസിലൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ചീഫ് കുക്കാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ യേഹ്യൂൻ ഇയാളോട് പറയുമ്പോൾ നിങ്ങളുടെ ചീഫ് കുക്കിനെ പറ്റി ഞാനും ഒരുപാട് റൂമേഴ്സ് കേട്ടു, ആളുടെ ഫുഡ് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇയാൾ സംസാരിക്കുന്നത് ചൈനീസിലാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ ഈ യേഹ്യൂൻ്റെ ഭാഗത്തൊരു മിനിസ്റ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളത് ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഈ എൻവോയിനെ ഇൻവൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ജിയോങ് ആണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ബട്ടർ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ പാലിങ്ങനെ പുളിപ്പിച്ചുണ്ടാക്കിയതാന്ന് പറഞ്ഞ് ഇവൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ സിയോഗിലാണെങ്കിൽ അത് ശരി, കുറച്ച് ദിവസമായിട്ട് ഇതായിരുന്നല്ലേ പരിപാടി, അല്ല ആദ്യം ഇതിനൊരു പുളിച്ച മണമായിരുന്നു, പക്ഷേ ഇപ്പം നല്ല സോഫ്റ്റ് ആൻഡ് നല്ല മണാണെന്നൊക്കെ പറയുമ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത, ഇപ്പോൾ അവർക്ക് ടീ ഉണ്ടാക്കി കൊടുക്കണം, അതിൽ നമ്മൾ ഇത് ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇവരാകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ എൻവോയി ആണെങ്കിൽ വന്നതിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഓരോ രാജ്യങ്ങളും തമ്മിൽ ഇങ്ങനെ ഫ്രണ്ട്ലി ആയിരിക്കുമല്ലോ, അപ്പോൾ ഈ നാട്ടിലത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരിക്കും ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്, അത് പരുത്തി ആയിരിക്കാം, സിൽക്ക് ആയിരിക്കാം, അതുപോലെ ജിൻസെങ് എന്ന് പറയുന്ന ഒരു കിഴങ്ങ് വർഗ്ഗം ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്, അപ്പോൾ അതും ഇവർക്ക് ആവശ്യമാണ്. അപ്പോൾ ഇവർക്കും ഇതുപോലെ ചൈനയിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെ ഈ ബാർട്ടൺ സമ്പ്രദായം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഏർപ്പാടാണ്. പക്ഷേ പണ്ട് ഈ ഒരു സ്ത്രീകളെ കൊടുത്തിരുന്നു, എന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. ഈ ഒരു എൻവോയി ആണെങ്കിലും ഇതുപോലെ 50 സ്ത്രീകളെ അടിമകളായിട്ട് വേണമെന്ന് പറയുമ്പോൾ ഓൾറെഡി സ്ത്രീകളെ കൊടുക്കില്ല എന്ന് പറഞ്ഞതാണ്, അതുകൊണ്ട് അത് നടക്കത്തില്ല എന്ന് യേഹ്യൂൻ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അപ്പോൾ ഈ എൻവോയി ആണെങ്കിൽ രാജാവ് അങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നത്, അതെനിക്ക് ചോദിക്കാനേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ ഈ മിനിറ്റിന് രാജാവ് എന്തെങ്ങനെ മാറ്റി പറയുന്ന ആൾ അത്ര ശരിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഈ എൻവോയ്ക്ക് അങ്ങ് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ രാജാവിനെ പറ്റിയാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് എൻവോയ് ചൂടാവുകയാണ്. ഇതേ ടൈമിൽ കിച്ചണിൽ ഈ ബട്ടറും മറ്റും ഉപയോഗിച്ച് ഇവൾ ഉണ്ടാക്കുന്നത് മാക്രോൺസ് ആയിരിക്കും കേട്ടോ. ഇവർക്കിതൊരു പുതിയ ഐറ്റം ആയതുകൊണ്ട് തന്നെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് നോക്കി നിൽക്കുന്നത്. അല്ല എന്തോ ഈ താൻ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്, നിങ്ങൾ കണ്ടോ, ഇതെന്തായാലും ഒരുപാട് സ്വീറ്റ് ആയിരിക്കും, അവരുടെ മൈൻഡൊക്കെ കൂളാക്കുക എന്ന് പറയുന്നതും. അപ്പോൾ മേങ് ആണെങ്കിൽ അല്ല ഈ ബട്ടർ എന്ന് പറയുന്ന ഐറ്റം ഇപ്പോൾ ഓർമ്മ കിട്ടി, ഇത് സൂയു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതായത് ബട്ടറിൻ്റെ തന്നെ ഒരു വകഭേദമാണ് കേട്ടോ, പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്, അത് തന്നെ സംഭവം എന്ന് ഇവളും അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഈ എൻവോയ്ക്കായിട്ടുള്ള ഫുഡ് ഐറ്റംസുമായിട്ട് പിന്നീട് ജിയോങ്ങും ടീമും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടീയും മാക്രോണൊക്കെ കാണുമ്പോൾ എല്ലാവരുടെയും കിളി പോകുന്നുണ്ട്, കാരണം ഇതുപോലത്തെ ഒരു ഐറ്റം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന ടൈമിൽ ജിയോങ് ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ആമണ്ടും അതുപോലെ തന്നെ ബട്ടറും ഷുഗറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മാക്രോൺ ഉണ്ടാക്കിയിട്ടുള്ളതെന്നും അതിൻ്റെ ഉള്ളിലത്തെ ക്രീമിയെ പറ്റി ചോദിക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചറിനെ പറ്റിയിട്ടും ഇവൾ നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട്. പല വാക്കുകളും ഇവർക്ക്
മനസ്സിലാകുന്നില്ല കേട്ടോ എന്ന അത്ഭുതത്തോടു കൂടി കേട്ട് നിൽക്കുന്നതും അവസാനം ഈ ഒരു എൻവോയി ആണെങ്കിൽ ഈ ഷെഫുകളോടാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ പറയുന്നത്. പറയേണ്ട ആവശ്യമില്ലല്ലോ, 3 പേര് ഇത് ടേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇവരുടെ കിളി പോകുന്നുണ്ട് കേട്ടോ. ഇവരുടെ ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് യഹ്യൂനും ടീമിനും കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ കാര്യം മനസ്സിലാക്കുന്ന ഈ എൻവോയി ആണെങ്കിൽ ആളിത് നേരിട്ട് അങ്ങ് ടേസ്റ്റ് ചെയ്യാണ്. ആളുടെ എക്സ്പ്രഷനും പറയേണ്ട ആവശ്യമില്ലല്ലോ, ആളങ്ങ് വണ്ടടിച്ചു പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് തോന്നുന്നു എന്ന് യഹ്യൂൻ ചോദിക്കുന്ന ടൈമിൽ ഫുഡ് നന്നായിട്ടുണ്ടെന്നാണ് ഈ എൻവോയി പറയുന്നത്. അപ്പോൾ യഹ്യൂൻ ഇത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവൻ ഇത് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ. എന്തൊരു നല്ല ഐറ്റം എന്നാണ് ഇവൻ മനസ്സിൽ ചിന്തിക്കുന്നത്. നിങ്ങൾ ഒരിക്കൽ ഈ ഭക്ഷണം ഒരുപാട് ഇഷ്ടമായി, ഇത് പ്രിപ്പയർ ചെയ്ത ആ കുക്കിനെ കാണേണ്ട ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ യഹ്യൂനാണെങ്കിൽ ദാ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് കക്ഷി എന്ന് പറഞ്ഞ് ജിയോങ്ങിനെ അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഫുഡ് എന്തായാലും കലക്കി, ഇനി ഞങ്ങളുടെ നാട്ടിലെ ഫുഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ നല്ല ആഗ്രഹമുണ്ട്. ഒരു കാര്യം ചെയ്താലോ, ഒരു രസത്തിന് നമുക്കൊരു കോമ്പറ്റീഷൻ വെച്ചാലോ എന്ന് ഈ എൻവോയ് ചോദിക്കുന്ന ടൈമിൽ യഹ്യൂന് കാര്യം മനസ്സിലാകുന്നുണ്ട്. ഈ കോമ്പറ്റീഷനിൽ അവർ ജയിക്കുകയാണെങ്കിൽ അവരൊരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ നൈസായിട്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്തായാലും തനിക്കുള്ള പാരയാണെന്ന് മനസ്സിലാക്കുന്ന ജിയോങ് ആണെങ്കിൽ ഇവനെ നോക്കി വേണ്ട എന്നൊക്കെ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. എന്നാൽ യഹ്യൂനാണെങ്കിലും അതൊരു നല്ല ഐഡിയ ആണ്, ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ, പിന്നെ ഞാനൊന്നും ഉണ്ടായിരിക്കത്തില്ല എന്നാണ് ജിയോങ് മനസ്സിൽ വിചാരിക്കുന്നത്. ഇവളാണെങ്കിൽ വീണ്ടും കൈ കൊണ്ട് ആക്ഷൻ ഇടുന്നുണ്ട് കേട്ടോ. ഈ 3 വിരൽ കൊണ്ടാണ് നോ നോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുന്ന യഹ്യൂനാണെങ്കിൽ പക്ഷേ നിങ്ങളുടെ ടീമിൽ 3 കുക്ക് ഉണ്ടല്ലോ, ഞങ്ങൾക്കാണെങ്കിൽ ഒരാളേ ഉള്ളൂ, അപ്പോൾ 2 ആളെ കൂടി ജോയിൻ ചെയ്യിപ്പിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ജിയോങ് ആണെങ്കിൽ ഇയാൾക്ക് എന്താ ഭ്രാന്തോ, ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവൻ എന്ത് ഈ പറയുന്നതെന്നൊക്കെയാണ് മനസ്സിൽ ചിന്തിക്കുന്നത്. ഇത് കേൾക്കുന്ന എൻവോയി ആണെങ്കിൽ അത് ന്യായമായ ഒരു ആവശ്യമാണ്, നിങ്ങൾക്ക് മറ്റു 2 കുക്കിനെയും ജോയിൻ ചെയ്യിപ്പിക്കാമെന്ന് പറയുന്നതും മത്സരത്തെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാമെന്ന് പറഞ്ഞ് ആ ഒരു മീറ്റിംഗ് അവിടെ അവസാനിക്കുന്നുണ്ട്. ഈ ഗാർഡനിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നീട് ഇവർ മീറ്റ് ചെയ്യുന്നത്. ഇവളാണെങ്കിൽ ചൂടാകുന്നുണ്ട്. അല്ല എന്താ ഉദ്ദേശം, ഈ ഒരു മത്സരം വെക്കേണ്ടെന്ന് സിഗ്നൽ കാണിച്ചതല്ലേ, മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ താൻ വേണ്ടെന്നാണോ പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ലേ എന്ന് പറയുന്ന യഹ്യൂനോട് ഓ നന്നായി, ഇപ്പോൾ ഇതിൽ എന്നെ പിടിച്ച് കൊണ്ടുവന്നിട്ടില്ലേ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ തീർത്തൂടെ, എന്തിനാ അതിലേക്ക് ഈ കിച്ചണിനെ തള്ളി കയറ്റുന്നതെന്ന് ചോദിക്കുന്ന ഇവളോട് കാര്യങ്ങൾ കുറച്ചുകൂടി സമാധാനമായിട്ട് തീർക്കുന്നതല്ലേ നല്ലതെന്നാണ് യഹ്യൂൻ ചോദിക്കുന്നത്. അതെ എനിക്കതൊന്നും അറിയത്തില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് ഈ മത്സരം അതങ്ങ് പിൻവലിക്കണമെന്ന് പറയുമ്പോൾ എന്താ നിനക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലേ, നിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് എന്തിനു പിന്മാറണമെന്ന് ചോദിക്കുന്ന യഹ്യൂനോട് അയ്യോ അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, നിങ്ങൾ ഒരുമാതിരി പ്രഷറാണ് എനിക്ക് തന്നിട്ടുള്ളത്, നിങ്ങളിപ്പോൾ ഈ ജോസന്റെ ഈ എല്ലാ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ വെച്ച് തന്ന പോലെയല്ലേ, ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷൻ ആകുന്നു, എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന ജിയോങ് ആണെങ്കിൽ അല്ല ഈ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ പങ്കെടുത്തില്ലെങ്കിൽ നിന്നെ ജയിലിലിടും, ഇനി പങ്കെടുത്തിട്ട് നീ തോറ്റാലും നിന്നെ ജയിലിലിടുമെന്ന് പറയുമ്പോൾ അത് ശരി, തോറ്റാലും പിന്മാറിയാലും ജയിലിലിടും, ആ ഡിപ്പോളി, അപ്പോൾ ജയിക്കാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എനിക്കുള്ളൂ അല്ലേ എന്ന് ജിയോങ് ചോദിക്കുമ്പോൾ ആ അതെ മിടുക്കി മനസ്സിലാക്കിയല്ലേ, അതെ ഒരു നല്ല കുക്കെന്ന് പറഞ്ഞാൽ ടൈം ഇല്ല, അതുപോലെ ആവശ്യത്തിന് ഇൻഗ്രീഡിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് ടൈം വേസ്റ്റ് ആക്കാതെ എല്ലാ സമയം നന്നായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യേ വേണ്ടത്, ചുമ്മാ അതൊന്നും വേണ്ട, ആ മാങ്കോക്ക് ബുക്ക് ഉണ്ടല്ലോ അത് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച് തരുമെന്ന് പറയുമ്പോൾ അത് ഓൾറെഡി ഇയാൾ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്ന ജിയോങ്ങിനോട് കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ നിനക്ക് ഇവിടുന്ന് പോകാൻ ഞാൻ പെർമിഷൻ തന്നിട്ടില്ല, ആ ഒരു പെർമിഷൻ കൂടി തരുന്നതാണെന്ന് പറയുമ്പോൾ ഇയാളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന, ഓരോ പ്രാവശ്യം വാക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ, സത്യം പറയാലോ എനിക്ക് ഇയാളുടെ സംസാരം കേട്ട് പേടിയാകുന്നുണ്ടെന്ന് പറയുന്ന ജിയോങ്ങിനോട് പേടിക്കേണ്ട, തൽക്കാലം ഈ ഒരു കോമ്പറ്റീഷനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി, എന്ത് വില കൊടുത്തും ഇത് ജയിക്കണം എന്നാണ് പറയുന്നത്. ഗ്രാൻഡ്മയുടെ അടുത്തേക്കാണെങ്കിൽ ഒരു മിനിസ്റ്റർ കാര്യം എത്തിക്കുന്നുണ്ട് കേട്ടോ, എന്തേ നടക്കുന്നത്, അവള് നല്ലൊരു കുക്ക് തന്നെയാണ് സമ്മതിച്ചു, പക്ഷേ മിങ്ങിൽ നിന്നുള്ള കുക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അവൾ എന്തായാലും തോറ്റുപോകും. ഈ വന്ന എൻവോയുടെ പേരെന്താന്നാ പറഞ്ഞ യുൻകുൻ അല്ലേ, ആ ആൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തായാലും ആ രാജകുടുംബമായിട്ട് എനിക്ക് നല്ല തയ്യപ്പാണ്, അതുകൊണ്ട് തന്നെ ഉടനെ അവിടുത്തെ രാജാവിന് ഞാനൊരു കത്ത് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് മിനിസ്റ്റർ അവിടെ നിന്നും പറഞ്ഞയക്കുന്നത്. പിന്നീട് ജേസൺ ആണെങ്കിൽ ജിയോങ് ഉണ്ടാക്കി ഈ മാക്രോണുമായിട്ട് മോക്ചുവിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഇതാണ് ഈ ജിയോങ് ഇന്ന് പ്രിപ്പയർ ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞ് ഇവരിത് ടേസ്റ്റ് ചെയ്യുമ്പോൾ 2 പേരുടെയും കിളി പോകുന്നുണ്ട് കേട്ടോ, എന്ത് ടേസ്റ്റ് ആണല്ലേ, ഇവൾക്ക് ഒരുപാട് കഴിവുണ്ടെന്ന് ജേസൺ പറയുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ഇവളാണെങ്കിൽ അയ്യേ ഇതെന്തോന്ന് ഫുഡ്, അത് ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കിയ ഇങ്ങനെയാണെങ്കിൽ ഇവൾ കോമ്പറ്റീഷനിൽ എന്തായാലും തോൽക്കും, നല്ല 2 കഴിവുള്ള മറ്റു കുക്കിനെ കൂടി കൂട്ടേണ്ടി വരും എന്ന് പറയുമ്പോൾ ഓ കഴിവുള്ള കുക്കെന്ന് ഉദ്ദേശിച്ചത് എങ്ങനെയായിരിക്കും, അവരെ കൊണ്ടൊന്നും കൂടത്തില്ല എന്ന് പറയുന്ന ഈ ജസാൻ ആണെങ്കിൽ നമ്മളിപ്പോൾ നോക്കുന്നത് ഈ കോമ്പറ്റീഷൻ ജയിപ്പിക്കാനല്ല പകരം തോൽപ്പിക്കാനാണ്, അതായത് ഈ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ തോൽക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന ആ ഒരു തക്കം നോക്കിയിട്ട്
രാജാവിൻ്റെ പൊസിഷനിൽ നിന്ന് ഞാൻ യഹ്യൂനെ ഇറക്കാനാണ് ശ്രമിക്കുന്നത്, അതിലെന്തായാലും വിജയം കാണുമെന്നൊക്കെ പറയുമ്പോൾ മൊക്ചു ആണെങ്കിലോ അവള് വലിയ കുക്കൊക്കെ തന്നെയാണ്, പക്ഷെ മിങ്ങിലെ കുക്കുമായിട്ട് അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് ഈ പറയുന്ന യഹ്യൂൻ അവളെ സഹായിക്കുകയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ പലതും സംഭവിക്കും. അവൾക്ക് നല്ല ലക്കുള്ള കൂട്ടത്തിലാണെന്ന് പറയുമ്പോൾ ജസാനാണെങ്കിൽ ഒരു ലക്കുമില്ല കുന്തുമില്ല, അവൾക്ക് ഒരിക്കലും തന്നെ ഈ കുക്കുകളുമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ മൊക്ചൂൻ അങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ശരിക്കും കോമ്പറ്റീഷൻ കാണാൻ കൊതിയായി എന്നാണ് ഇവളവിടെ പറയുന്നത്. ഈ ജസൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഒപ്പിച്ചു കൂട്ടുന്നുണ്ട്. പിന്നീട് ജസന്റെ ടീമാണെങ്കിൽ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളിനെ നേരെ ഈ എൻവോയുടെ അടുത്തേക്ക് അയക്കുന്നുണ്ട് കേട്ടോ. ഈ എൻവോയി ആണെങ്കിലും ഈ യഹ്യൂനെ പറ്റി അങ്ങ് കുറ്റം പറയുകയാണ്. രാജാവ് തീരെ ശരിയില്ല എന്ന് പറഞ്ഞ് ഓരോ കാരണങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി പറയുന്നുണ്ട് കേട്ടോ. ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ ആകെ പെട്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഇയാളെ മാറ്റണം എന്നാണ്, അതുകൊണ്ട് ഇത് അവിടെയുള്ള പ്രഭുവിനെ അറിയിക്കണം എന്നൊക്കെ പറയുന്നതും ഈ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾ എന്തായാലും ജയിക്കുന്ന ഉറപ്പാണ്, നിങ്ങൾ തന്നെ ജയിക്കണം. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് ഇപ്പോൾ പറഞ്ഞ അത്രയും ഐറ്റംസ് അല്ല, അതിന് പകരം നിങ്ങൾ കുറച്ചുകൂടി കൂട്ടി പറയണം. അതായത് 50 സ്ത്രീകളെയാണ് ചോദിച്ചതെങ്കിൽ ഇനി അത് 100 പറയണം. അത് മാത്രമല്ല ഈ ജിൻസൻ കണ്ടല്ലോ, അത് ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഇവിടെ ഉണ്ടാക്കുന്ന മൊത്തം ഐറ്റം അങ്ങ് കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഈ എൻവോയി ആണെങ്കിൽ കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഞാനിത് ചെയ്തതുകൊണ്ട് എനിക്ക് എന്താ ഗുണമുള്ളത്, ഓൾറെഡി ഞങ്ങൾ കുക്കിംഗ് കോമ്പറ്റീഷനിൽ ജയിക്കും ഇതൊക്കെ പറഞ്ഞു, പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ടൈമിൽ നൈസായിട്ട് ഈ മിനിസ്റ്റർ ആളെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. അതായത് ഇക്കാലം അത്രയും ഇവർ എന്തൊക്കെ സാധനങ്ങളാണോ ഇവിടെ നിന്ന് കൊണ്ടുപോയത് അതിൻ്റെയൊക്കെ തന്നെ ഒരു ലിസ്റ്റ് ഓഫ് റെക്കോർഡ് ഒരു ബുക്കായിട്ട് ഇവർ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ആ ബുക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ച് ചൂടാകുന്ന എൻവോയിയോട് ഭീഷണിപ്പെടുത്തുന്നതൊന്നുമല്ല, ഈ ബുക്ക് നിങ്ങൾ വെച്ചോളൂ, എന്നാലും നമ്മൾ തമ്മിലുള്ള ഈ ഒരു ടൈപ്പ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നതും ഇയാളാണെങ്കിൽ ആ ഒരു ബുക്ക് അപ്പം തന്നെ കത്തിക്കുന്നുണ്ട് കേട്ടോ. ഇയാൾ പോയതിനു ശേഷം കുക്കുകളോടാണെങ്കിൽ ഈ നാട് അധികകാലം ഇങ്ങനെ പോകുന്നത് തോന്നുന്നില്ല, കുട്ടിച്ചോറാവാറായി എന്നൊക്കെ പറയുമ്പോൾ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുന്ന സ്റ്റാഫിനോട് അത് നിങ്ങൾ അറിയേണ്ട, മര്യാദയ്ക്ക് കോമ്പറ്റീഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നന്നായി തന്നെ മത്സരിക്കണം, ആ പെൺകുട്ടിയുടെ കഴിവ് നേരത്തെ കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡിഷിനെ പറ്റിയല്ലേ താങ്കൾ പറയുന്നത്, അത് നോക്കേണ്ട, അതെന്തൊരു ട്രിക്ക് ഉപയോഗിച്ചതാന്നൊക്കെ പറയുമ്പോൾ എന്ത് ട്രിക്കായാലും അവൾ നിസ്സാരക്കാരിയൊന്നുമല്ല, ഒരുപാട് റൂമേഴ്സ് നമ്മളും കേട്ടതാണ്, അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ കോമ്പറ്റീഷനിൽ വിജയിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം തന്നെ മാറി നിന്ന് ഗോങ്ങിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം പെട്ടെന്ന് തന്നെ സെൻസ് ചെയ്തെടുക്കുന്ന ഈ ലേഡിയാണെങ്കിൽ ഇവൻ്റെ നേരെ ഒരു കത്തി എറിയുന്നുണ്ട് കേട്ടോ. ഇവൻ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെടുന്നത്, അതായത് ഇവരുടെ കഴിവ് കണ്ടിട്ട് ഇവൻ്റെ കിളി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവൻ യഹ്യൂനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ മിനിസ്റ്റർ അങ്ങോട്ട് വന്നിരുന്നു എന്നും ഇവർ സംസാരിച്ചതൊന്നും ഇവന് മനസ്സിലായിട്ടുണ്ടാവില്ല, എന്തായാലും അവർ സാധാരണ കുക്കുകളല്ല, നല്ല കഴിവുണ്ടെന്നൊക്കെ പറയുമ്പോൾ യഹ്യൂൻ ചിന്തിക്കുന്നത് എന്നാലും ആ മിനിസ്റ്റർ എന്തിനായിരിക്കും എൻവോയുടെ അടുത്തേക്ക് പോയത് എന്നാണ്. ഈ പോയ ആൾ ജസനും ടീമിൻ്റെ അടുത്ത് തിരിച്ചെത്തുന്നതും എന്തായി കാര്യങ്ങൾ വലുതും നടക്കുമെന്ന് ചോദിക്കുമ്പോൾ എല്ലാം നടക്കുമെന്ന് പറയുന്ന ഈ ഒരു സ്റ്റാഫിനോട് അയാളെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് മറ്റുള്ളവർ ചോദിക്കുന്നത്. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഡീറ്റെയിൽസിൻ്റെ ഒക്കെ ഫസ്റ്റ് വോളിയം ബുക്ക് മാത്രമാണ്, സെക്കൻഡ് വോളിയം എൻ്റെ കയ്യിലുണ്ട്, അത് അവർക്കറിയാം, അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ കൂടെ നിൽക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജസൻ ആണെങ്കിൽ നീ ചെയ്തത് വലിയൊരു കാര്യമാണ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കുമെന്ന് പറയുമ്പോൾ എന്നാലും നമ്മൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഈ ജിൻസങ്ങ് മൊത്തത്തിലങ്ങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടി പോയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു മിനിസ്റ്ററോട് സംഭവം ശരിയാണ്, പക്ഷേ അതൊന്നും ആലോചിക്കാൻ സമയമില്ല, കുറച്ച് സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുകയാണ് വേണ്ടത്, യഹ്യൂനെ എത്രയും പെട്ടെന്ന് പടിയിറക്കണം. ഈ ഒരു കോമ്പറ്റീഷൻ അത് ശരിക്കും നമ്മൾ ഉറ്റുനോക്കേണ്ട ഒന്നാണ്. ഈ ഒരു കോമ്പറ്റീഷനിൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും, അത് തന്നെയല്ലേ നമുക്ക് വേണ്ടത്. നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ജോസൻ രാജ്യമാണ് നമ്മുടെ മുന്നിൽ തുറക്കാൻ പോകുന്നത്, നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും കേട്ടോ. ഇതേ ടൈമിൽ മേങ് ആണെങ്കിൽ മൊക്ചുവിൻ്റെ അടുത്തേക്ക് എത്തുന്നതും ഇവൾ ഓൾറെഡി കുറച്ച് വിഷോ അതോ അലർജിക്കൽ എന്തോ ഒരു മരുന്ന് ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതായത് കിച്ചണിലാണല്ലോ ഡ്യൂട്ടി ചെയ്യുന്നത്, അപ്പോൾ ജിയോങ് ഉണ്ടാക്കിയ ഫുഡിലിടണം, അങ്ങനെ അവളുടെ പണി തെറിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് മുന്നേ കൊടുത്തതായിരിക്കും. എന്നാൽ മേങ് ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതെന്താ നീ യൂസ് ചെയ്യാത്തത്, നിനക്ക് പറഞ്ഞു തന്നതൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് ചൂടാകുന്ന ഇവളാണെങ്കിൽ വരുന്ന കോമ്പറ്റീഷനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്ത് വില കൊടുത്തും ആ കോമ്പറ്റീഷനിൽ ജയിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ വേണ്ട, നീ ജയിപ്പിക്കേണ്ട, പകരം നമ്മുടെ രാജ്യത്തെ തോൽപ്പിക്കുകയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മേങ്ങും ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ. കിച്ചണിലാണെങ്കിൽ ഇവർ മൊത്തത്തിൽ മുളകൊക്കെ പറിച്ച് അത് ക്ലീൻ ചെയ്ത് പൊടിപ്പിക്കാനുള്ളൊരു സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ഇത് ടച്ച് ചെയ്തതിന് ശേഷം ആരും കണ്ണിലൊന്നും തൊടല്ലേന്ന് ഇവൾ പറയുന്നതും അപ്പോൾ ഒരുത്തിൻ്റെ കണ്ണങ്ങ് നീറുന്നുണ്ട് കേട്ടോ. ഇത് മുന്നേ പറയേണ്ടതെന്നൊക്കെ ചോദിച്ച് അയാൾ അങ്ങ് കരയുന്നുണ്ട്. അപ്പോൾ മേങ്ങും ഈയോമോ ആണെങ്കിൽ ഇത് ഭയങ്കര വിഷമാണ്, കഴിച്ചിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആര് പറഞ്ഞു ഈ പൊട്ടത്തരമൊക്കെ, ഇത് ഉണക്കി പൊടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഡിഷാണ്, ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇവൾ കൂളായിട്ട് ഇത് കഴിക്കുമ്പോൾ ഇത് തന്നെ മേങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ആൾക്കിത് ഭയങ്കര എരിവായിരിക്കും, കാരണം ഈ
ഒരു കാലഘട്ടത്തിൽ ഇത്രയും എരിവുള്ളൊരു സാധനം ഇവർ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കാണുന്ന സിയോഗിലാണെങ്കിൽ നല്ല എരിവുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നതും ഇത് കേട്ടിട്ട് ഇയും ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ആൾക്ക് എരിഞ്ഞങ്ങ് പൊള്ളുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് ഇവരുടെ ചീഫ് അങ്ങോട്ട് വരുന്നതും. ഇവളാണെങ്കിൽ ഒരു പല്ലക്ക് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായി എന്ന് ചോദിക്കുമ്പോൾ രാജാവ് നേരിട്ട് വിളിക്കുന്നുണ്ടെന്ന് പറയുന്നതും പിന്നീട് ഇവൾ യഹ്യൂൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അല്ല, പല്ലക്കൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ, എന്താ സംഭവം എന്ന് ചോദിക്കുന്ന യഹ്യൂനോട് ഈ ഒരു മുളകൊക്കെ പൊടിപ്പിക്കണമല്ലോ, അതിനുവേണ്ടി മാർക്കറ്റിലേക്ക് പോകണം, അതിന് വേണ്ടിയിട്ടാണ് പല്ലക്ക് ചോദിച്ചിട്ടുള്ളത്. ഓ അങ്ങനെയാണല്ലേ, ഒരു കാര്യം ചെയ്യാം, സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ അയ്യോ നിങ്ങളങ്ങനെ പാലസിൽ നിന്ന് പോകാൻ പറ്റുമോ, അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഇവളോട് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്, പക്ഷേ നീ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടല്ലേ, നല്ല ഐറ്റംസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് ഞാനൊരു തിരക്കുകളൊക്കെ മാറ്റി വെക്കും, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതെന്തായാലും നന്നായി എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ എന്നാൽ ശരി നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഡ്രസ്സിലാണോ പോകുന്നതെന്നാണ് ഇവൻ ചോദിക്കുന്നത്. എന്താ ഈ ഡ്രസ്സ് കൊള്ളത്തില്ലേ എന്ന് ചോദിക്കുന്ന ഇവളോട് പോയിട്ട് ഡ്രസ്സ് മാറാൻ പറയുമ്പോൾ എൻ്റെ കയ്യിൽ പിന്നെ സിയോഗിൻ്റെ കയ്യിലുള്ള ആ ഒരു ഡ്രസ്സേ ഉള്ളൂ, അത് മതിയെന്ന് ചോദിക്കുമ്പോൾ കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡ്രസ്സും അതുപോലെ ഹെയർ പിന്നൊക്കെ ഇവൻ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇവൾ ഓരോന്നും ട്രൈ ചെയ്ത് ഇവൻ്റെ അടുത്തേക്ക് വരുന്നതും ഒന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെ ചേസങ്ങും അതുപോലെ ഇവൻ്റെ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന ലേഡിയും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം ഇവളൊരു ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ ഇവനത് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ടെന്ന് പറയുന്നതും ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ചേസങ്ങിനും ആ ഒരു ലേഡിക്കൊക്കെ ചിരി വരുന്നുണ്ട്. ഇവന് ജിയോങ്ങിനോട് ഒരു ഇഷ്ടമുണ്ടെന്ന് ഇവരൊക്കെ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നീട് ഇവർ മാർക്കറ്റിൽ എത്തുന്നുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് അതുപോലെ ഒരുപാട് ആഡംബര സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇവൾ നോക്കുന്നതും അവിടെ ഒരു ചെയിൻ കാണുന്നുണ്ട് കേട്ടോ. ഈ ചെയിനല്ലേ എൻ്റെ ആ മാംഗോക്ക് ബുക്കിൽ ഉണ്ടായിരുന്നെന്ന് ഇവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം ഇവളത് പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല. പൊടിപ്പിക്കുന്ന മില്ലിലേക്ക് പോകുമ്പോൾ ഇവൻ ക്യാഷ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ അവിടെ നിന്ന് പോകുന്നത്. ഇവളാണെങ്കിലും നോക്കുമ്പോൾ ഇവളുടെ കയ്യിലുള്ള പൈസയൊക്കെ കൂടുതൽ ഇയാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അയാൾ തന്നപ്പോൾ വാങ്ങിയത് നന്നായി, അല്ലെങ്കിൽ നാണം കെട്ടേനെന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ഈ ഒരു സംഭവം പൊടിപ്പിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ യഹ്യൂനാണെങ്കിലും ഇവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സിൽക്കിൻ്റെ തുണികളും ഷൂസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് ഇവർ ഓൾറെഡി എത്താന്ന് പറഞ്ഞൊരു പൊസിഷനിൽ എത്തുന്നുണ്ട്. എന്ന് ഇവളെ കാണുന്നില്ല കേട്ടോ. മില്ലിൽ നിന്ന് വന്നിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ ഒരു ഗാർഡാണെങ്കിൽ ഇവളെ നോക്കി പോകുന്നുണ്ട്. ഇതേ ടൈമിൽ നല്ല മഴക്കാറൊക്കെ വരുന്നുണ്ട്. സോ പാലസിൽ കിച്ചണിലാണെങ്കിലും ഈ മുളകൊക്കെ ഉണക്കായിട്ടിരിക്കുകയാണല്ലോ. ഇതെടുക്കാൻ സിയോഗിൽ വരുന്ന ടൈമിലാണ് ആ ചൈനീസ് ലേഡി ആ കുക്ക് അങ്ങോട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾ ആരാ, ഈ സ്ട്രേഞ്ചേഴ്സ് ഒന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ മിങ്ങിൽ നിന്ന് വന്ന കുക്കാണെന്ന് അറിയുന്നതും സിയോഗിലാണെങ്കിൽ പേടിച്ച് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ആ ഒരു മുളക് എടുത്തിട്ട് ഇതിൻ്റെ മണം നന്നായിട്ടുണ്ടല്ലോ, ഇതെന്താ സംഭവം എന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സിയോഗിലാണെങ്കിൽ കിച്ചണിലെത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവരെല്ലാവരും ഷോക്കാകുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു കുക്ക് കിച്ചണിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങളുടെ ചീഫ് കുക്ക് എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ ആൾ ഇവിടെ ഇല്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഈ ടൈമിൽ മിന്നാണെങ്കിൽ ഓൾറെഡി കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ ഓൾറെഡി പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് കാണുന്ന ഈ കുക്കാണെങ്കിൽ ഇതാരാ ചോപ്പ് ചെയ്ത് ഒട്ടും കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ ചൈനീസ് ആണല്ലോ സംസാരിക്കുന്നത്. എന്താ സംസാരിച്ചതെന്ന് മിന്നു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒപ്പുള്ള ആളാണെങ്കിൽ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഈ ഇയോമാണെങ്കിലും എനിക്ക് നന്നായിട്ട് ചൈനീസ് അറിയാം, നീ അവനെ അപമാനിക്കല് ചെയ്തത്, മോശമായിട്ട് അരിഞ്ഞു എന്നല്ലേ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന മിന്നെന്ന് പറയുന്ന പയ്യൻ അങ്ങ് ഫീൽ ആകുന്നുണ്ട് കേട്ടോ. 10 വർഷമായി ഞാനിവിടെ കുക്ക് ചെയ്യുന്നു, ഇതുവരെ ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇവൾക്ക് എന്ത് അധികാരം ഉണ്ട് ഇങ്ങനെ പറയാൻ, ഇവൾ ആരാന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന ടൈമിൽ എൻ്റെ കഴിവിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു കോമ്പറ്റീഷൻ വെച്ചാലോ എന്നാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇവളുടെ നൈഫ് എടുത്തിട്ട് കുറേ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ ഇവൻ ജസ്റ്റ് ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും നീ ഓക്കെ അല്ലേ, മത്സരിക്കല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ അങ്ങ് കോൺഫിഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ മാർക്കറ്റിലാണെങ്കിലും ഗാർഡ് നോക്കിയിട്ട് ഇവൾ മില്ലിലൊന്നും ഉണ്ടായിരിക്കില്ല, ഞാൻ ഒന്ന് തപ്പി വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഇവളാണെങ്കിൽ കുറേ ഫ്ലവേഴ്സുമായിട്ട് ഇവൻ്റെ അടുത്തേക്ക് വരുന്നതാണ് കാണുന്നത്. ഇവനാണെങ്കിൽ ഇവളെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. താനിത് എവിടെ പോയിരിക്കുകയായിരുന്നു, എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ഫ്ലവേഴ്സ് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഇവൾ സംസാരിക്കുമ്പോഴേക്കും ഒരാളങ്ങ് ഇവരെ തട്ടുന്നുണ്ട്. ഇവൾ വീഴാൻ പോകുമ്പോൾ ഇവൻ നന്നായി തന്നെ ഇവളെ പിടിക്കുന്നതും പറയേണ്ട ആവശ്യമില്ല, വീണ്ടും റൊമാൻറ്റിക് സീനൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പൂക്കളൊക്കെ താഴ്ത്ത് വീഴുന്നുണ്ട്. ഇവളാണെങ്കിലോ ചളിയിൽ നിന്നും ഇത് പെറുക്കിയെടുക്കുന്ന ടൈമിൽ ഞാൻ വേറെ നല്ല ഫ്ലവേഴ്സ് വാങ്ങിത്തരാമെന്ന് ഇവൻ പറയുന്നുണ്ട്. അത് ശരിയാവത്തില്ല, ഈ ഫ്ലവേഴ്സിനൊരു പ്രത്യേകതയുണ്ട്, ഇത് റൂമിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിനെ ഇത് ഒരുപാട് കാമാക്കും, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണ്, ഷോ എല്ലാം ചീത്തയായി പോയി എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ പെറുക്കുന്ന ടൈമിൽ ഇവനും സഹായിക്കും
സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾ ആകെ അത്ഭുതപ്പെടുകയാണ്, കാരണം ഇവ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള രീതിയിൽ. ഇവനാണെങ്കിലും ഇതൊക്കെ എടുത്തു കൊടുക്കുന്നതും ആ ടൈമിൽ ആ ഗാർഡ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്ന് ഇവനാണെങ്കിൽ മിണ്ടാതിരിക്കാൻ ആക്ഷൻ ഇടുന്നുണ്ട് കേട്ടോ. ജിയോ ആണെങ്കിലും അയ്യേ ഇയാളുടെ മുഖത്ത് എന്താന്ന് പറഞ്ഞ്, അതായത് ഓൾറെഡി ചളി ഉണ്ടായിരിക്കും, അതും കൂടാതെ ഇവളും കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ആഹാ നീ കൊള്ളാലോ, നിന്റെ മുഖത്തും ചളിയുണ്ടെന്ന് പറഞ്ഞ് പിന്നീട് ഇവർ രണ്ടുപേരും ഈ ചളിയൊക്കെ നൈസായിട്ട് മുഖത്തേക്ക് തേക്കുന്നതും കളിക്കുന്നതായിട്ടുള്ളൊരു സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. യഹ്യൂനും ജിയോങ് തിരിച്ച് പാലസിൽ എത്തുമ്പോൾ ഇവനാണെങ്കിൽ ആഹാ ഫേസ് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഓൾറെഡി നിന്നെ കാണാൻ കൊള്ളത്തില്ല, ഇപ്പൊ ഒന്നുകൂടി കൊള്ളത്തില്ല എന്നേ പറയൂ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജിയോങ് ആണെങ്കിൽ താങ്ക് യു പ്രഭു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ല പാലസിൽ നിന്ന് ഇത്രയും നേരം വിട്ടു നിന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുന്നൊക്കെ ഇവൻ പറയുന്നതും. അല്ല ഈ മത്സരം നമ്മൾ വിജയിക്കില്ലെന്ന് യഹ്യൂൻ ചോദിക്കുമ്പോൾ വിജയിക്കും, അങ്ങനെ തന്നെയാണല്ലോ ഞാനും ആഗ്രഹിക്കുന്നത്, പക്ഷെ ഒരു ചെറിയ പേടിയുണ്ട്, എന്തായാലും പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടെത്തണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ ചില്ലി സോണയ്ക്ക് ഞാൻ പൊടിപ്പിക്കുന്നത്. അത് വെച്ചുണ്ടാക്കിയ ഒരു സോസേജ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ അന്ന് സിയോഗിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാനൊരു ഐറ്റം തന്നത്, അത് നന്നായിട്ട് നേറിയിട്ടുണ്ടായിരുന്നു, ആ ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു എന്ന് യഹ്യൂൻ പറയുന്നതും എന്നാൽ ശരി ഞാൻ പോവാന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇവളോട് കൈ കാണിക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം നേരത്തെ നോക്കിയ ഒരു ചെയിന് ഇവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ നോക്കിയ ഐറ്റം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ നീ ഇത് നന്നായി ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നിയെന്ന് ഇവൻ പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ അപ്പോൾ ഞാനിതൊക്കെ നോക്കിയിരുന്നത് ഇവൻ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് മനസ്സിൽ ചിന്തിക്കുന്നത് കേട്ടോ. എന്നാൽ ശരി ഞാൻ പോവാന്ന് പറഞ്ഞ് ഇവൻ പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങുമ്പോൾ ഈ ഗാർഡാണെങ്കിൽ ഇവൾക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങളൊക്കെ തന്നെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇവനാണെങ്കിൽ റൂമിലെത്തി ഇവൾ കൊടുത്ത ഫ്ലവേഴ്സൊക്കെ ബേസിൽ സെറ്റാക്കി വെക്കുന്നതും ഇവളാണെങ്കിൽ വീണ്ടും യൂണിഫോം ഒക്കെ ഇട്ട് പോകുന്ന ടൈമിൽ ഈ ഗിഫ്റ്റൊക്കെ അങ്ങ് നോക്കുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്തിട്ട് ഞാൻ ഈ കോമ്പറ്റീഷനിൽ തോൽക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ അവനെ ഫേസ് ചെയ്യുമെന്നാണ് ഇവൾ ചിന്തിക്കുന്നത്. അങ്ങനെ കിച്ചണിലേക്ക് എത്തുമ്പോൾ ഈ ചൈനീസ് ഷെഫ് അവിടെ നിന്ന് പോകുന്നത് ഇവൾ കാണുന്നുണ്ട് കേട്ടോ. നിനക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് ഇവൾ പറയുന്നതും ഇവൾ പോയി നോക്കുമ്പോൾ അവിടെ മൊത്തത്തിൽ അലമ്പായി കിടക്കുന്നുണ്ട്, എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്നതാണ് കാണുന്നത്. എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സിയോഗിലാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അതെ ആ പെൺകുട്ടി ഉണ്ടല്ലോ അവൾ ഭയങ്കര കഴിവാണ്, അവിടെ ഒരു കോമ്പറ്റീഷൻ വെച്ചു എന്നൊക്കെ പറഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് കാണിച്ചു തരുന്നുണ്ട്. അതായത് ഈ കോമ്പറ്റീഷനിൽ ഇവളതിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുന്നില്ല, മിന്നാണ് ആദ്യം മത്സരിക്കുന്നതെന്നുണ്ടെങ്കിലും പിന്നീട് അവിടെയുള്ള എല്ലാവരും മേങ്ങും ഇയൂമും വരെ മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇവള് ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് കട്ട് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ. ഇവളുടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കഴിവിൻ്റെ മുന്നിൽ എത്താൻ പോലും കഴിയുന്നില്ല. ഈ മേങ്ങ് വരെ തോറ്റു, അതാ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ തോറ്റു പിന്മാറാനാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തായാലും നമ്മുടെ കഴിവ് എന്താണെന്ന് കാണിച്ചു കൊടുക്കും. ഇതൊക്കെ അവളുടെ വെറും ഷോ ഓഫ് അല്ലേ എന്ന് പറയുന്ന ജിയോങ് ആണെങ്കിൽ ഈ ഷെഫിൻ്റെ കത്തി കാണുന്നുണ്ട് കേട്ടോ. അതാണെങ്കിൽ ആ ടേബിളിൽ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്, അതത്ര നല്ലൊരു കാര്യമല്ല കേട്ടോ. അതായത് ഒരു വാർ തുടങ്ങുന്നു എന്നതിലുള്ള ഒരു ഉദ്ദേശമാണ്. അപ്പോൾ ഇത് കാണുന്ന ദേഷ്യം വരുന്ന ജിയോങ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും തോക്കില്ല, നമ്മുടെ നാടിൻ്റെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കണം, നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോൺഫിഡൻ്റായി സംസാരിക്കുമ്പോൾ ഇവർക്കും അങ്ങ് പ്രഷർ കയറുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ ഫൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പറയാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ ഇവളാണെങ്കിൽ ജോസ് ആൻഡ് കിച്ചൺ വിജയിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അത് ഇവർ ഏറ്റു പറയുന്നുണ്ട്. എൻബോയുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്ന ഈ ഫീമെയിൽ ഷെഫാണെങ്കിൽ കിച്ചണിൽ ഞാൻ പോയിരുന്നു, അവരൊക്കെ കട്ട് ചെയ്യുന്നത് കണ്ട ഭയങ്കര പത്തറ്റിക്കാണ്, അതുപോലും മര്യാദയ്ക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടിയെ കണ്ടില്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അവൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ പോയത് വേസ്റ്റ് ആയില്ലേ എന്ന് പറയുന്ന എൻബോയോട് ഇല്ല വേസ്റ്റ് ആയിട്ടില്ല, പോയത് കൊണ്ട് ഒരു അപൂർവ സംഭവം ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഈ റെഡ് ചില്ലി ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ല് വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലോ എന്നാണ് ഇവരപ്പോൾ പറയുന്നത്. പിറ്റേ ദിവസം യഹ്യൂൻ്റെ ഈ ഒരു കോമ്പറ്റീഷനെ പറ്റിയായിരിക്കും ഈ മിനിസ്റ്റേഴ്സൊക്കെ തന്നെ സംസാരിക്കുന്നത്. ഈ ഗ്രാൻഡ് അടുത്തേക്ക് പോയി സംസാരിച്ച ഒരു മിനിസ്റ്റർ ആണെങ്കിൽ ഇവരൊക്കെ കുറച്ച് നല്ല ടീംസ് ആണെന്ന് തോന്നുന്നു, അതായത് ജേസന്റെ ടീമിലൊന്നും അല്ല കേട്ടോ. അത് ഇവരുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാകും. അതായത് യഹ്യൂൻ എന്ത് പണിയാണ് കാണിച്ചത്, ഇപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ തോൽക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അപമാനമില്ലെന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പോൾ ഗ്രാൻഡ്മയോട് പറഞ്ഞിട്ടുണ്ട് അവർ നോക്കിക്കോളൂ എന്നൊക്കെയാണ് ഈ മിനിസ്റ്റർ പറയുന്നത്. ഇതേ കാര്യം തന്നെയായിരിക്കും സോങ്ജിയും അച്ഛനും ഡിസ്കസ് ചെയ്യുന്നത്. മോനെ ഈ കോമ്പറ്റീഷനിൽ തോക്കുകയാണെങ്കിൽ ഭയങ്കര മോശക്കേടായിരിക്കും, അത് യഹ്യൂനെയും ബാധിക്കും എന്നൊക്കെ പറയുമ്പോൾ സോങ്ജി ആണെങ്കിൽ അച്ഛ നമ്മുടെ നാട്ടിൽ അങ്ങനെ അവരെ വിജയിച്ചു പോകാൻ ഞാൻ സമ്മതിക്കുന്നു തോന്നുന്നുണ്ട്, അച്ഛൻ നോക്കിക്കോ എല്ലാം നമുക്ക് വഴിയെ കാണാമെന്നൊക്കെ പറയുമ്പോൾ ഈ മകൻ്റെ കോൺഫിഡൻസ് കണ്ടിട്ട് അച്ഛനൊരു സമാധാനമൊക്കെ ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഈ മത്സരത്തിൻ്റെ തീമൊക്കെ സെലക്ട് ചെയ്യണമല്ലോ, അതിനുവേണ്ടി മീറ്റിംഗ് വയ്ക്കുന്നതും ഇവർ ഒരുപാട് തീമൊക്കെ എഴുതിയിട്ട് ഈ നിറക്കിടാൻ പോവുകയാണ് കേട്ടോ. ഒരു എഴുത്തോലിലൊക്കെ എഴുതിയിട്ടാണ് കേട്ടോ ഇവർ പ്രത്യേക തരത്തിൽ ഇത് ലോട്ടൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് ഇവർ സെലക്ട് ചെയ്യുന്നത് ഒരു മീറ്റ് കൊണ്ടുള്ള, അതായത് ഫിഷ് കൊണ്ടുള്ള ഇതുവരെ കഴിക്കാത്ത എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കണം എന്നാണ്. ജിയോങ്ങിൻ്റെ കൂടെ മേങ്ങും ഇയോമും നിൽക്കുന്നുണ്ട്, കാരണം 3 കുക്കുകൾ വേണമെന്ന് ഈ യഹ്യൂൻ പറഞ്ഞിരുന്നല്ലോ. പിന്നീട് സെലക്ട് ചെയ്യുന്നത് നോ ചേഞ്ച് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ യഹ്യൂൻ അവിടെ ഒരു ഐഡിയ പറയുന്നുണ്ട്, അതായത് ഈ 2 കൂട്ടം
കൂട്ടുകാരും പരസ്പരം അവരുടെ നാട്ടിൽ ഡിഷ് പ്രിപ്പയർ ചെയ്യട്ടെ, അതൊരു നല്ല ട്രൈ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ തന്നെ യഹ്യൂൻ വിളിക്കുന്നത് ജിയോങ്ങിനെ ആയിരിക്കും കേട്ടോ. അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ അങ്കിൾ എന്ന് പറഞ്ഞിട്ട്, അതായത് ജെസനെയാണ് കേട്ടോ വിളിക്കുന്നത്. ആളാണെങ്കിൽ ഇത്രയും നല്ല സീരിയസ് ആയിട്ടുള്ള കാര്യം നടക്കുമ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള മിനിസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എന്തേ ചെയ്യുന്നേ പോന്നൊക്കെ പറയുമ്പോൾ ഇതുപോലത്തെ സസ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇയാൾ ചൂസ് ചെയ്യുന്നത് സൂപ്പ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. അതായത് ഒരു സൂപ്പ് ഉണ്ടാക്കണം, അതും ജിൻസെങ് എന്നുള്ള പറയുന്ന ഒരു ഐറ്റം ഉപയോഗിച്ചിട്ടാണെന്നൊക്കെ പറയുമ്പോൾ കൊറിയക്കാരൊന്ന് ഷോക്ക് ആകുന്നുണ്ട്. എല്ലാവരും അല്ല, അതായത് ജെസന്റെ ടീമുള്ള ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും തോറ്റാൽ മതി എന്നാണല്ലോ ഞാൻ പറയുന്നത്. കുറച്ച് നല്ല ആളുകളുണ്ടല്ലോ അവർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൂപ്പ് ഉണ്ടാക്കാൻ ചൈനീസുകാർ നല്ല കേമന്മാരാണ്. ഇനി മത്സരം തുടങ്ങുന്നതിന് മുന്നേ ജയിക്കുന്ന ആളുകൾക്ക് എന്ത് വേണം എന്ത് ചോദിക്കണം എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകണമല്ലോ. അത് എൻവോയ് തന്നെ പറയുന്നുണ്ട്. അതായത് ഈ ജെസൻ അയച്ച ആ ഒരു മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഓൾറെഡി ചോദിച്ച കാര്യങ്ങളൊക്കെ കുറച്ചങ്ങ് കൂട്ടി പറയുന്നുണ്ട്. അതായത് ഈ ഒരു മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ 50 സ്ത്രീകൾക്ക് പകരം 100 സ്ത്രീകളെ തരണമെന്നും അതുപോലെ ഈ നാട്ടിലുണ്ടാക്കുന്ന മൊത്തത്തിൽ ജിൻസങ് ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ആകെ ഞെട്ടുന്നുണ്ട്. സോങ്ജയുടെ അച്ഛനാണെങ്കിൽ എന്തുവാടേ ഇതെന്ന് പറഞ്ഞ് മകനെ നോക്കുമ്പോൾ മകനാണെങ്കിൽ കൂളായിട്ട് ഒന്നുമില്ല എന്നൊക്കെ അച്ഛനോട് കണ്ണുകൊണ്ട് എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. യഹ്യൂൻ ആണെങ്കിൽ കൂളായിട്ട് ശരി അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് തരും? ഞങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന ഷുഗർ കെയിൻ എന്ന് പറഞ്ഞ് ഒരുപാട് സാധനങ്ങളാണ് കേട്ടോ ഇവർ ചോദിക്കുന്നത്. അതുമാത്രമല്ല ഒരുപാട് പൊടി ചോദിക്കുന്നുണ്ട്. ഈ അരിപ്പൊടി എന്തോ ആയിരിക്കും കേട്ടോ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ എൻവോയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അതൊന്ന് ആലോചിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താ നിങ്ങൾ തോറ്റു പോകുന്നുള്ളൊരു പേടിയാണെന്നൊക്കെ ചോദിച്ച് യഹ്യൂൻ ആണെങ്കിൽ നൈസായിട്ട് പിരികയറ്റുന്ന ടൈമിൽ ഞങ്ങൾ തോൽക്കാനൊന്നും പോകുന്നില്ല, ഞങ്ങളും സമ്മതിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു മത്സരം അവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരി എത്ര ദിവസം വേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇവൻ ആദ്യം 3 ദിവസം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജിയോങ് ആണെങ്കിൽ കൈകൊണ്ട് 5 എന്ന് കാണിക്കുമ്പോൾ ശരി 5 ദിവസം സമയം തരാം, ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞ് 5 ദിവസം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ 6 കുക്കും തമ്മിൽ പരസ്പരം നോക്കുന്നതും ഇവർ ആ ഒരു മത്സരം അവിടെ തുടങ്ങാൻ പോവുകയാണെന്നൊക്കെ അങ്ങ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിയോങ് ആണെങ്കിൽ ഈ ഫീമെയിൽ ഷെഫിനോട് നിന്റെ കത്തി നീ ആ കിച്ചണിൽ മറന്നു വെച്ചുവല്ലേ, അത് ഞാൻ നിന്റെ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവളീ സംസാരിക്കുന്നത് ഇയോമാണ് കേട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇവളാണെങ്കിൽ പോയി നോക്കുന്ന ടൈമിൽ ഇവൾ എന്താണോ ആ കിച്ചണിൽ ചെയ്തത് അതുപോലെ തന്നെ ആ ഒരു കത്തി കുത്തി നിർത്തി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. അവൾക്ക് എന്തൊരു അഹങ്കാരമുണ്ട്, അവൾ എന്നെ ശരിക്കും ഒരു യുദ്ധത്തിന് വിളിച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്നതും അങ്ങനെ ഇവരുടെ ഒരു പ്രഹസനമൊക്കെ അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് എപ്പിസോഡിൽ ജിയോങ് ആണെങ്കിൽ ഇവളുടെ ഒരു നൈഫ് ഉണ്ടല്ലോ അതിങ്ങനെ മൂർച്ച കൂട്ടുന്നതും ഇവളുടെ ആ ഒരു ചുമരിൻ്റെ സൈഡിലായിട്ട് പ്രഷർ കുക്കറിൻ്റെ ഒരു ഫോട്ടോ വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ പ്രഷർ കുക്കർ ഒന്നും ആ ഒരു കാലത്ത് കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ ആ ഒരു ഐറ്റം എങ്ങനെ ഉണ്ടാക്കാം, അത് വെച്ചിട്ടുള്ള എന്തോ ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു ഇവൾ കുക്ക് ചെയ്യാൻ പോകുന്ന കേട്ടോ. എന്തായാലും ആ ഒരു കാര്യമൊക്കെ സസ്പെൻസ് ആക്കി വെച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.